ശങ്കരന്റെ അമളി. ശങ്കരൻ ഒരു മടിയനാണ്. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആരോഗ്യമുണ്ടെങ്കിലും അതിൽ അവന് തീരെ താല്പര്യമില്ല. ശരീരം അനങ്ങാതെ കാര്യം കാണണം. ഭിക്ഷാടനമാണ് അവൻ തിരഞ്ഞെടുത്ത ജീവിതമാർഗം. റോഡരികിലുള്ള അന്ധനായ ഒരു യാചകന്റെ ഭിക്ഷപാത്രത്തിൽ ധാരാളം നാണയങ്ങൾ വീഴുന്നത് ഒരു നാൾ ശങ്കരൻ കണ്ടു. അന്ധനായ യാചകന്റെ വേഷം തന്നെയാണ് ഏറ്റവും ലാഭകരമെന്ന് അവന് തോന്നി. ഒരു നാൾ കവലയിലെ റോഡ് വക്കത്ത് ഒരു തുണിയും വിരിച്ചിരുന്ന ശങ്കരൻ തന്റെ തൊഴിൽ ആരംഭിച്ചു. കണ്ണു കാണാൻ വയ്യാത്ത ഈ പാവത്തിന് വല്ലതും തരണേ എന്ന് കൂടെ കൂടെ വിളിച്ചു പറയാൻ അവൻ മറന്നില്ല. ആദ്യത്തെ ദിവസത്തെ വരവ് വളരെ മോശമായിരുന്നു. 12 ദിവസം ഇത് തന്നെ തുടർന്നു. വരവിൽ വലിയ മാറ്റമില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഊമയായ ഒരു യാചകന് ധാരാളം ഭിക്ഷ ലഭിക്കുന്നത് ശങ്കരൻ കണ്ടു. ഊമയുടെ വേഷം സ്വീകരിക്കുന്നതായിരിക്കും തനിക്ക് നല്ലതെന്ന് അവന് തോന്നി. അന്ധനെന്ന നിലയിലുള്ള വരുമാനം വളരെ കുറഞ്ഞതോടെ പുതിയ വേഷമെടുക്കാൻ അവൻ തന്നെ തീരുമാനിച്ചു. ഒരു ക്ഷേത്രത്തിന്റെ പരിസരമാണ് പുതിയ വേഷം അരങ്ങേറാനായി ശങ്കരൻ തിരഞ്ഞെടുത്തത്. ഊമയായ ഒരുവന് ഭിക്ഷ ചോദിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് ഭിക്ഷയ്ക്കുള്ള അഭ്യർത്ഥന ചെറിയൊരു ബോർഡിൽ എഴുതി തന്റെ സമീപത്ത് വെച്ചു. മിണ്ടാൻ വയ്യാത്ത ഈ പാവത്തിന് ധർമ്മം തരണേ എന്നാണ് അതിലെഴുതിയിരുന്നത്. ഊമയായുള്ള ആദ്യത്തെ ദിവസം തന്നെ ശങ്കരന് നല്ല കോളായിരുന്നു. ക്ഷേത്രത്തിൽ വരുന്നവരെല്ലാം അവന് നാണയമറിഞ്ഞു കൊടുത്തു. ധർമ്മം തരണേ എന്ന് വായ തുറന്ന് ആർത്തു വിളിക്കേണ്ട ആവശ്യവുമില്ല. എല്ലാം കൊണ്ടും പരമസുഖം. അങ്ങനെയിരിക്കെ ഒരു ദിവസം കസവ് വേഷ്ടി ധരിച്ച ഒരു മാന്യൻ ശങ്കരനെ സമീപിച്ചു. അല്ല, നിങ്ങളൊരു ഊമയാണോ? ശങ്കരൻ തലയാട്ടി അത് ശരിവെച്ചു. അയാൾ വീണ്ടും അന്വേഷിച്ചു. നോക്കൂ, എത്ര കാലമായി നിങ്ങൾക്ക് മിണ്ടാൻ വയ്യാതായത്? ജനനം മുതൽ അങ്ങനെയാ, എന്തു ചെയ്യാനാ? ഉടൻ ഊമ മറുപടി പറഞ്ഞു. മാനിന്റെ ഉറക്കെയുള്ള ചിരി കേട്ടപ്പോഴാണ് ശങ്കരൻ തനിക്ക് പറ്റിയ അമളി മനസ്സിലാക്കിയത്. പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ അവിടെ നിന്ന് തടി